പുന്നപ്രയിലൊക്കെ എങ്ങനെയുണ്ട് മധു? വളരെ സന്തോഷം സാർ. ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല. അന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, പട്ടിണി ഇടരുതേ എന്നൊരു പ്രാർത്ഥന ഉണ്ട്. അത് ഇതുവരെ ദൈവം അങ്ങനെ വരുത്തിയിട്ടില്ല സാർ. വലിയൊരു മറ്റൊരു ഭാഗ്യമുള്ളത്, ഈ ഓണം ആകുമ്പോ എന്താണെന്നറിയാൻ പറ്റില്ല, എനിക്ക് ഫ്ലവേഴ്സുമായിട്ടൊരു ബന്ധമുണ്ട്. കൃത്യ ഓണ സമയത്ത് ഞാനിവിടെ കണ്ടിരിക്കും. കഴിഞ്ഞ വർഷം സ്റ്റാർ മാജിക്കിന്റെ പരിപാടിക്ക് വന്ന് ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പേരുകളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചു. അതെനിക്ക് ഒരു കുഴപ്പമില്ല, ഇനി ആ പരിപാടിയായിട്ട് തന്നെ വരണമെന്നാണ് പറഞ്ഞത്. അതുപോലുള്ള പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഓണത്തിന് അടിക്കാനായിട്ട് ഞാൻ ഇത്തവണ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനകീയ ചാനലായ 24-ലെ വാർത്താ അവതാരകരുടെ പേരും നമ്മുടെ ഫ്ലവേഴ്സിലെ പ്രോഗ്രാംസിലൂടെ വെച്ചോണ്ട് ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അടിച്ചാൽ ഞാൻ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഈ സാറിനെ എപ്പോഴും സാധാരണ എന്നോട് സാറിന് ചോദിക്കുന്നത് വി ഡി രാജപ്പൻ സാറിനെ കുറിച്ചാണ്. എന്റെ വൈഫ് പോലും രാത്രി രായപ്പാന്ന് വിളിക്കുന്നത്. ഞാൻ പറയും കൊച്ചാ രായപ്പല്ല, എന്റെ പേര് മധു എന്നാന്ന് പറഞ്ഞു. ഹായ് രാജാ സാഹിബ്. അയ്യോ ചേട്ടാ, കുറെ കാലമായി കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാന് ശരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നാട്ടുകാരെ ഓടിച്ചോ? ഇല്ല, ഇവിടെ എറണാകുളത്ത് താമസമായിട്ട് ഇപ്പൊ 13 വർഷമായി. എന്തുവാ ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത? ഓണത്തിന്റെ പ്രത്യേകത കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ജീവിതത്തിൽ? അല്ല, ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ പരിപാടികൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറവാണ്. പരിപാടികൾ മൊത്തത്തിൽ കൂടുതലാണെന്ന് പറയുന്നത്. രാജസാബിന് എനിക്ക് കുറവാണ്. അപ്പൊ പറഞ്ഞ ജോർജ് എന്താ സംഭവിക്കുന്നത്? എന്റെ സാറേ, ഒരു പരിപാടി, ഒരു ഉത്സവം നടത്തുന്ന പൈസയൊക്കെ പേയ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കാര്യമായിട്ട് ചോദിക്കാം. യൂസുഫ് പറഞ്ഞ പോലെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയി വല്ലപ്പോഴും ഒരു തിമിംഗലത്തിനെ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു പ്രോഗ്രാം കിട്ടിയാൽ മതി. പരിപാടി തന്നോ പിന്നെ ജീവനോടെ ബാക്കിയാണ്. സാറേ, പ്രോഗ്രാം കുറവാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞാനും ജോർജും രാജാസാബിയും കൂടെ ഒന്ന് പോകുന്നത്, ചെന്നപ്പോഴേ കാണുന്നത് അങ്ങരപ്പുഴ ടൗൺ ഹാളാണ്. ഡെയിലി പ്രോഗ്രാം ആണല്ലോ. ഒരെണ്ണം കഴിയട്ടെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ട് ഒത്തിരി വൈകി പോകുന്നത്. ഞാൻ താമസം മാറി ടൗൺ ഹാളിന്റെ അടുത്ത്. രാജാസാഹിബിന്റെ പാട്ടൊക്കെ പ്രസിദ്ധമാണല്ലോ മാർട്ടിൻ. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം, ഓണക്കാലമായിട്ട് നമുക്ക് നല്ലൊരു പാട്ടം കലക്കിയാലോ? നമുക്കിവിടെ എന്റെ പാരഡി വേണമെങ്കിൽ പാടാൻ ആർക്കെങ്കിലും പറ്റും. നമ്മുടെ മധുവൊക്കെ പാരഡി ആളല്ലേ? പാരഡി പാടുന്ന ആൾക്കാരാണല്ലോ. മധുരടിയല്ലേ? മധുരടിയാ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടാം. ഓക്കെ, റെഡി? ചമ്പക്കുളത്തച്ഛനുന്നം പിടിപ്പിച്ച പൊന്നാനിലിത്തോണിയോ, ആറന്മുളം തേവരാട്ടിനെത്തുന്ന പള്ളിപ്പെരുന്തോണിയോ, ഉലകിന്റെ ഉലകായ തോണി, തച്ചനുയുരൂതി തൊറ്റുന്ന തോണി, ഒരു തച്ചു പണിയാം ഒരുമിച്ചു തുഴയാം, ഹൈലേസ ഹൈലേസ ഹൈ. SKN സാറിന്റെ ടോക്ക് ഷോയോ കാണുവാൻ മില്യൺസും വ്യൂവേഴ്സുമാ, ഹൃദയത്തിലിടമുള്ള ചാനലോ നമ്പർ 1 24 ഫ്ലവേഴ്സും, ഉയിരിന്റെ ഉയിരായ ചാനൽ ഇത് ഗോകുലം ചെയർമാൻ ചാനൽ, നേരിന്റെ നേർക്കാഴ്ച 24 ന്യൂസും നമ്പർ 1 ചാനൽ ഫ്ലവേഴ്സ്. SKN സാറിന്റെ ടോക്ക് ഷോയോ കാണുവാൻ മില്യൺസും വ്യൂവേഴ്സുമാ, അക്ഷരക്കൂട്ടുകൾ ചേർത്ത് നാവിൽ പൊന്നു വിളയിക്കും ഹാഷ്മി, മറ്റുള്ള രാജ്യത്തെ വാർത്ത ചെന്നു നേരിൽ പറയും ജെയിംസും, ക്രിസ്റ്റീന സ്മിതയും ആ ശ്രീജിതയും കീർത്തൻ വിജയകുമാറുമിന്മേ, ആ ശ്രീലക്ഷ്മി അനുജയാം പ്രവിത ലക്ഷ്മി വിജയും പ്രജിത്തും സുഖയിൽ. സാറിന്റെ ടോക്ക് ഷോയോ കാണുവാൻ മില്യൺസും വ്യൂവേഴ്സുമാ, ഹാസ്യത്തിൻ മെമ്പൊടി ചേർത്ത് ഫ്ലവേഴ്സ് ചാനലിൽ പ്രോഗ്രാമിന്നേറെ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സ്റ്റാർ മാജിക്കിൻ കൗണ്ടർ തിളക്കം, കുസൃതിപ്പടകൾ തൻ കൊഞ്ചലു കേൾക്കുവാൻ പാട്ടിന്റെ ടോപ്പ് സിംഗറും. സാറിന്റെ ടോക്ക് ഷോയോ കാണൂ മില്യൺസും വ്യൂവേഴ്സുമാ, ആ മില്യൺസും വ്യൂവേഴ്സുമാ, ആ മില്യൺസും വ്യൂവേഴ്സുമാ. ചമ്പക്കുളം തച്ചനുന്നം പിടിപ്പിച്ച പൊന്നാനിലിത്തോണിയോ, ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിപ്പെരുന്തോണിയോ. താങ്ക് യു. അപ്പൊ
മധു ഇത് എത്ര ദിവസം എടുത്ത് എഴുതിയതാ? ഇല്ല, ഞാൻ ഇന്നലെ രാത്രി ഇപ്പൊ ഈ പരിപാടിക്ക് വരണം പറഞ്ഞപ്പോ ഓരോ പരിപാടിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാനിത് പാട്ട് പകുതിയെ പാടിയുള്ളൂ. നമ്മുടെ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ഉണ്ട്, സീരിയൽസ് ഉണ്ട്. പക്ഷെ ഇത് മൊത്തം അനുവാദം കൊടുത്തായിരുന്നു ഇതിന് പിന്നീട് വരുന്ന മോഹൻലാല് ആ പ്രോഗ്രാം വേണ്ടായിരുന്നു. അല്ല, ഞാനത് പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിലെ എല്ലാ പ്രോഗ്രാമും ഞാൻ നമ്മുടെ ന്യൂസ് വായിക്കുന്ന പ്രജിനെ വിളിച്ച് ഞാൻ ന്യൂസ് വായിക്കുന്നൊക്കെ അറിഞ്ഞു. എല്ലാ ന്യൂസ് റീഡേഴ്സിന്റെ, കാരണം ചിലരൊക്കെ മാറിയിട്ടും തിരിഞ്ഞിട്ടൊക്കെ. അടുത്ത വർഷം അത് ഒരു ഉപകാരം ചെയ്യണം. കേരളത്തിലെ വാർത്താ ചാനലുകളിൽ എല്ലാം ന്യൂസ് വായിക്കുന്നുണ്ട്, മൊത്തം പേരും വെച്ചൊരെണ്ണം എഴുതണം. തീർച്ചയായിട്ടും എഴുതാം. കാരണം അതും ഒരു രസമല്ലേ. തീർച്ചയായും. മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.